ഹലോ, നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു തക്കാളി ചാറുകറിയുടെ റെസിപ്പി നോക്കാം. ഈ തക്കാളി പല രീതിയിൽ പല സ്ഥലങ്ങളിൽ വെക്കാറുണ്ട്. ചിലർ ഇതിൽ തൈരൊഴിച്ച് തൈരും മോരും ഒക്കെ ഒഴിച്ച് ചാറുണ്ടാക്കാറുണ്ട്. ചിലരിതിലേക്ക് ജീരകം അരച്ച് ചേർത്തൊക്കെ ചാറ് വെക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരുവിധം നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ. പിന്നെ ഈ തക്കാളിയുടെ കൂട്ടത്തിൽ വഴറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയാണെങ്കിലും കുറച്ച് നല്ലതായിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് എരിവിന് വേണ്ടി മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പകരം പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഒരു നല്ല എരിവുള്ള ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് അരച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു തേങ്ങയുടെ ഒരു മുറിയുടെ പകുതി, അതായത് ഒരു 1/4 മുറി തേങ്ങ ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഈ തേങ്ങ അരച്ച് ചേർക്കുന്ന കറികളിലൊക്കെ മല്ലിപ്പൊടി ഉപയോഗിക്കാറില്ല. പക്ഷെ ഞാൻ ഇന്ന് ഈ ചെയ്യുന്ന കറിയിലേക്ക് മല്ലിപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം. ഒരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് താളിച്ച് ചേർക്കുന്നതിന് വേണ്ടി കുറച്ച് കടുകും ഉള്ളിയും വത്തൽമുളകും അതുപോലെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, വെള്ളം, വെളിച്ചെണ്ണ ഇത്രയും വേണം. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് നമ്മുടെ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടുപ്പിൽ ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരല്പം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് ആ തക്കാളിയും സവാളയും ഒന്ന് വഴന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ആ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇവിടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം. ഇപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഈ തക്കാളിയുമായിട്ട് ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ മിക്സിയുടെ ആ ജാറ് തന്നെ കഴുകി കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ളത് കൊണ്ട് ഇത് കുറച്ചൊന്ന് കുറുകിപ്പോവും നമ്മൾ ഇത് ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് അതിനനുസരിച്ച് ഇതിലേക്ക് വെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ആ തക്കാളിയും സവാളയൊക്കെ വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. ഈ സമയം ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമുള്ള അത്ര ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ തേങ്ങയുടെയൊക്കെ ആ അതുപോലെ പൊടികളുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടും. നമ്മൾ ഓൾറെഡി തക്കാളിയൊക്കെ വഴറ്റി ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇത് കുറേയേറെ നേരം തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റോളം ഇത് ഞാൻ അടച്ചു വെച്ച് തിളപ്പിച്ചിരുന്നു. ഇതിപ്പോൾ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റ് കൂടി നമുക്ക് തുറന്ന് വെച്ച് ഇതൊന്ന് തിളപ്പിക്കാം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച്. അപ്പോൾ ആ തക്കാളിയുടെ രുചിയൊക്കെ ഈ ചാറിലേക്കൊന്ന് വന്ന് കിട്ടും. ഇത് ചോറിൻ്റെ കൂട്ടത്തിൽ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതും ഒരല്പം മുളകരച്ച മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചോറിന്. ഇന്ന് എനിക്ക് ഇത് കണ്ടോ, മറ്റേ എൻ്റെ അടുപ്പിൽ മീൻകറി തയ്യാറാകുന്നുണ്ട്. അപ്പം നിങ്ങളിത് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു 1-2-3 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. നമ്മുടെ കറി ആവശ്യത്തിനൊന്ന് കുറുകിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക്
വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് താളിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ കറി അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് താളിച്ചത് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ തക്കാളി ചാറുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പമാണ് കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഈ നാടൻ ചാറുകറികളൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്കതുപോലെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതുപോലെയുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.